السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاء عظمه فطاب من طيبهن القاء والأحكام. نفسي فداء لقابر أنت ساكنه فيه العفاف وفيه الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്തു തരുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ല മജ്‌ലിസാക്കി അല്ലാഹു ഈ മജ്‌ലിസിനെ മാറ്റി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസികളായ ആളുകളുടെ സമീപനം എങ്ങനെയാകണം എന്നതിനെ കുറിച്ച്
ആ സമീപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിലേക്ക് ഖൽബ് കൂടുതൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ അവസാനം വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആ വിശ്വാസികളുടെ സ്വഭാവം എന്താണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ റബ്ബിൻ്റെ മേൽ അവരെല്ലാം തവക്കുലാക്കുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. എന്താണ് തവക്കുല് എന്ന് പറഞ്ഞാൽ? തവക്കുല് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യവും അള്ളാഹു ശരിയാക്കി തരും എന്ന അർത്ഥത്തിൽ പൂർണ്ണമായി റബ്ബിൽ ഏൽപ്പിക്കുക എന്നത്. ദുനിയവിയും ഉഖ്റവിയുമായ സർവകാര്യങ്ങളെയും അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നതാണ് തവക്കുല് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സബബുകളോട് ബന്ധപ്പെടാതിരിക്കുക എന്നത് തവക്കുലിന് വിരുദ്ധമാണോ? അല്ലേ? ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചോനെ എല്ലാം ഏറ്റെടുത്തതാണല്ലോ. അള്ളാഹു എല്ലാം ശരിപ്പെടുത്തുന്നവനാണ്. ഇപ്പം ജോലിക്ക് പോകണ്ട, വേറെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട, അങ്ങനെ വീട്ടില് ഇങ്ങനെ ഇരുന്നാല് അത് തവക്കുലാകൂല. അതേസമയം ജീവിതത്തിന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അസ്ബാബുകളോട് ബന്ധപ്പെടുക എന്നത് അത് തവക്കുലിന് വിരുദ്ധമല്ല. അപ്പൊ ജോലിക്ക് പോകുമ്പോ ആ ജോലി ചിലപ്പോൾ ജയിക്കാം, പരാജയപ്പെടാം. ബിസിനസ് ചിലപ്പോൾ തുടങ്ങിയാല് അത് ചിലപ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. അതേത് നിലക്കാണെങ്കിലും അത് അള്ളാഹുവിൽ തവക്കുലാക്കി ഏൽപ്പിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ ഏതു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിലേക്ക് നമ്മളെല്ലാ കാര്യവും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചതിന് ശേഷം തീരുമാനത്തോട് ചേർന്ന് ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഒരു സംഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങുമ്പോ ആ ഇറങ്ങുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ സപ്പോർട്ട് വേണം, റബ്ബിന്റെ സഹായം വേണം. ആ സഹായം കിട്ടുന്നതിന് വേണ്ടിയാണ് റബ്ബിലേക്ക് തവക്കുലാക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഒരാൾക്ക് രോഗം വന്നു, ആ രോഗം വന്നാൽ പടച്ചോനല്ലേ രോഗം തന്നത്, അള്ളാഹ് തന്നെ അങ്ങ് ശിഫിയാക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണോ വേണ്ടത്? അതല്ല, ആ രോഗശമനത്തിന് വേണ്ട വഴികളെ സമീപിക്കുകയാണോ വേണ്ടത്? രോഗശമനത്തിന് വേണ്ട വഴികളെ സമീപിക്കണം. അങ്ങനെ സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ തവക്കുലിന് വിരുദ്ധമല്ല. പുതിയ കാലത്ത് തവക്കുൽ എന്ന് പറഞ്ഞിട്ട് സബബുകളോട് ബന്ധപ്പെടാതെ ഇരിക്കുന്ന രീതി അത് അഭിലഷണീയമല്ല. മഹാന്മാരായ ആളുകളുടെ ജീവിതത്തില് ദുനിയാവിലേക്ക് തന്നെ ഇൽത്തിഫാത്ത് ചെയ്യാത്ത ചില മനുഷ്യന്മാരുണ്ട്. അവർക്ക് ദുനിയാവ് എന്നുള്ള വിഷയത്തിൽ തന്നെ ഇൽത്തിഫാത്ത് ഉണ്ടാവൂല. അതിലേക്ക് തിരിയന്നെ ചെയ്യാത്ത ആളുകൾ ചിലപ്പോ ഒരു കാര്യവും ആലോചിച്ചോണമെന്നില്ല ഇവിടുത്തെ. അങ്ങനെയുള്ള അവസ്ഥയിൽ അവര് സുഹുദുള്ള ആളുകളാണ്, ഭൗതിക ലോകത്തോട് പരിത്യാഗമുള്ള ആളുകളാണ്. അത്തരം ആളുകൾ ചിലപ്പോൾ ദുനിയാവിന്റെ താലൂഖാത്തുകളുമായി അതുമായുള്ള ബന്ധമില്ലാത്തതിന്റെ പേരിൽ
ഒന്നും ആലോചിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നത് കാണും. അങ്ങനെ കാണുന്നത് കൊണ്ട് അതാണ് തവക്കുൽ എന്ന് വിചാരിക്കുക. അത് തവക്കുലിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണമായി അള്ളാഹുവിൽ അങ്ങ് ലയിച്ചു പോയത് കൊണ്ട് ദുനിയാവിന്റെ ഒരു ചിന്തയിലേക്കും കാര്യങ്ങളിലേക്കും അവര് ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം. അതേസമയം ഒരു രോഗം വന്ന ആള് ആ രോഗം മാറുന്ന വേണ്ടി ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ രണ്ട് നിലക്കുള്ള സബബുകളോട് ബന്ധപ്പെടാം. ഭൗതികമായ നിലക്കുള്ള സബബ്, ആ സബബാണ് ഡോക്ടറെ കാണുക, അവരുടെ തരുന്ന മരുന്ന് കുടിക്കുക. അതേപോലെ തന്നെ ഖുർആൻ ഓതി മന്ത്രിക്കുക, അത് അഭൗതികമായ നിലക്കുള്ള ശിഫാഇന് വഴി നൽകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചല്ലോ, രണ്ട് ശിഫ നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകി. അതേതാണ് രണ്ട് ശിഫാഇൻ എന്ന് പറയുന്ന? ശിഫാഇനി എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് അൽ ഖുർആനു വൽ അസൽ. ഒന്ന് ഖുർആനാണ്, ഒന്ന് തേനാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഭൗതികമായ നിലക്കുള്ള ശിഫാഇനുള്ള വഴിയല്ല, അഭൗതികമായ നിലക്കുള്ള ശിഫാഇനുള്ള വഴിയാണ്. ഖുർആൻ ഓതി മന്ത്രിക്കുക, ഖുർആൻ എഴുതി പിഞ്ഞാണം എഴുതി അതിൽ വെള്ളം കുടിക്കുക, ഇതൊക്കെ അഭൗതികമായ നിലക്കുള്ള ശിഫാഇനുള്ള മാർഗമാണ്. അതേസമയം തേന് എന്നുള്ളത് ഭൗതികമായ നിലക്ക് ഫീ ശിഫാഉൻ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ശിഫയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ആ നിലക്ക് ശിഫക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭൗതികമായ നിലക്കുള്ള ഒരു മരുന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ തേന് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നിലക്കുള്ള ശിഫാഇനുള്ള മാർഗമുണ്ട്. അപ്പൊ ആ രോഗത്തിന്റെ ശിഫാഇന് വേണ്ടി ഇത്തരം സബബുകളോട് ബന്ധപ്പെടുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, തവക്കുലിന് വിരുദ്ധമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പോ അലാ റബ്ബിഹിം യതവക്കലൂൻ, മുഅ്മിനീങ്ങളെ സ്വഭാവമായി വിശേഷണമായി അള്ളാഹു പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അങ്ങനെ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ദുനിയവിയായും ഉഖറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭരമേൽപ്പിക്കാൻ പറ്റുന്ന ആള് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നമ്രൂദ് തീക്കുണ്ടമൊരുക്കിയിട്ട് ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നമ്രൂദ് തീരുമാനിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരായ ആളുകൾ ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അല്ല, അങ്ങ് ഖലീലുള്ളയാണ്, ഈ രാജാവിനെയും ഇവന്റെ കുതന്ത്രങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഒരൊറ്റ ദുആ ചെയ്താൽ മതി, അതോടുകൂടെ എന്താകും, എല്ലാം ശരിയാകും. അതുകൊണ്ട് അങ്ങൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്തത്? ദുആയിരുന്നില്ല. അവിടുന്ന് എന്ത് ചെയ്തു? ഇന്നമാ ബഹ്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ അറിയാം. ഈ കാര്യങ്ങൾ നമ്രൂദിനെ ഉണ്ടാക്കിയതും ആ നമ്രൂദ് തീ കൊണ്ടുണ്ടാക്കിയതും അവൻ വലിച്ചെറിയണമെന്ന് തീരുമാനിച്ചതും എല്ലാം ആരാണ്? അള്ളാഹുവിന്റെ ഖൽഖാകുന്ന സൃഷ്ടിയാകുന്ന നമ്രൂദ. ആ നമ്രൂദിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? എന്നെ സൃഷ്ടിച്ചതും എന്നെ ജീവിപ്പിക്കുന്നതും എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അതെല്ലാം ആരാണ്? അള്ളാഹു തന്നെയാണ്. അപ്പൊ ആ നിലക്കുള്ള റബ്ബിനെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. അപ്പൊ പടച്ചോൻ എന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശിക്കുന്ന ചെയ്തോട്ടെ, ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ പ്രാർത്ഥനയൊന്നും നിർവഹിക്കുന്നില്ല എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. അത് തവക്കുലിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് എന്നെ ഈ ഘട്ടങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പടച്ചോൻ അറിയാലോ എന്ന ആ ഒരു അങ്ങേയറ്റത്തെ തവക്കുലിന്റെ മാനസികാവസ്ഥയിൽ മഹാനവറുകൾ അങ്ങ് നിലപാടെടുത്തപ്പോൾ എന്തുണ്ടായി? അള്ളാഹു പറഞ്ഞു, ആ ആളിക്കത്തുന്ന തീനോട് പറഞ്ഞു, ഞാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, നീ എന്തു ചെയ്യണം? നീ
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചൂടും പുകച്ചിലുമല്ല ആകേണ്ടത്, പിന്നെയോ ബർദൻ വസലാം, നല്ല തണുപ്പ്. തണുപ്പ് എന്ന് പറഞ്ഞാല് തണുപ്പും ഇടങ്ങാറാകുന്ന തണുപ്പുണ്ടാവും, അപ്പൊ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ അള്ളാഹു പ്രയോഗിച്ചു നോക്കൂ, ബർദൻ വസലാമൻ. ഏത് നിലയ്ക്ക് ഒരു എയർ കണ്ടീഷൻ, ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തണുപ്പ്, ആ തണുപ്പായി മാറണം. ചൂടല്ല, കത്തിയാലും അവിടെ എന്തല്ല, ചൂടല്ല അനുഭവിക്കുക. ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം എന്ന എന്റെ അടിമ പ്രവാചകർ അവരുടെ കാര്യം എന്നിലേക്ക് ഏൽപ്പിച്ചതല്ലേ, ആ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, തീയിനോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് തീക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തു. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹു ഏറ്റെടുക്കും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മഹാന്മാര് പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി എനിക്ക്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, വക്കീലായി ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവനായി അല്ലാഹു എനിക്ക് മതി. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അവൻ ഏറ്റെടുക്കാൻ ഏറ്റവും പറ്റിയവനാണ്, സഹായം നൽകാനും ഏറ്റവും പറ്റിയവനാണ്. അങ്ങനെയുള്ള റബ്ബ് മതി എന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ എന്ന് അള്ളാഹുവിനോട് പറയുന്ന തവക്കുലിന്റെ ഒരു വചനമാണ് യഥാർത്ഥത്തിൽ ഈ വാചകം. ആ വാചകം ചൊല്ലിയിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് കയറിയിട്ടുള്ള ആളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ, ആ കുടുങ്ങിയ സമയത്ത് രക്ഷയ്ക്ക് വേണ്ടി മഹാനവറുകൾ നിർവഹിച്ച വാചകം, ചൊല്ലിയ വാചകം ഏതാണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രവാചകർ രക്ഷപ്പെട്ടു. അപ്പോ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചാൽ ആ ഭരമേൽപ്പിച്ച ആളുകൾക്ക് പൂർണ്ണമായ സലാമത്ത് അള്ളാഹു നൽകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരും, പ്രതിസന്ധികൾ വന്നു എന്ന് വരും. ചിലപ്പോ വലിയ രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വരുന്ന സമയത്ത് നമ്മൾ പതറാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് തോന്നരുത്, എന്താണ് എന്നെ ഇങ്ങനെ വല്ലാതെ പരീക്ഷിച്ചു കളയുന്നത്, പടച്ച റബ്ബെന്താണ് എന്നോട് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഈ നിലക്കുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖലാഇൽ അസംതൃപ്തി രേഖപ്പെടുത്തുക എന്നത് അത് വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുന്ന കാര്യമല്ല, ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അത് തവക്കുലിന് വിരുദ്ധവുമാണ്. അള്ളാഹുവിന്റെ ഖലാഇനെ നമ്മൾ തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. റളീനാ ബില്ലാഹി റബ്ബാ, എന്നെ പോറ്റി വളർത്തുന്ന റബ്ബ് ആരാണ്? അത് അല്ലാഹുവാ. അപ്പൊ എന്റെ ജീവിതത്തിന്റെ സർവാധികാരങ്ങളെയും ക്രമീകരിക്കുന്നതും അതിനെ പാകപ്പെടുത്തുന്നതും അതിന് വേണ്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും അത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിന്റെ തീരുമാനത്തിൽ എനിക്ക് യാതൊരു അസംതൃപ്തിയുമില്ല. റളീനാ
ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റബ്ബാ, എന്നെ പോറ്റി വളർത്തുന്നവനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് രോഗം നൽകിയാൽ എന്താ? അത് റബ്ബിന്റെ തീരുമാനമല്ലേ? ഞാനൊന്ന് കുറച്ച് സാമ്പത്തികമായി ഞെരുക്കത്തിൽ പോയാലെന്താ? അത് റബ്ബിന്റെ തീരുമാനമല്ലേ? അങ്ങനെ കാണാനാണ് നമുക്ക് കഴിയേണ്ടത്. പക്ഷേ നമുക്ക് ഈമാനിന്റെ ദുർബലത കൊണ്ട്, ഈമാനിന്റെ ഖുവ്വത്ത് കുറവ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്ത പഴച്ചു പോകും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടത്തിലുള്ള ജനങ്ങൾ എന്ന് മാത്രമല്ല, അതേ പല ജനങ്ങളും കാവല് ചോദിക്കണം, ഫഖറിനെ തൊട്ട് കാവല് ചോദിക്കണം. കാരണം എന്താണ്? ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് അടുപ്പിക്കും, നയിക്കും എന്നതാണ്. ദാരിദ്ര്യം ചിലപ്പോൾ കുഫറിലേക്ക് നയിക്കും. എങ്ങനെയാണ് ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കുക? അതേ റബ്ബിന്റെ ഖലാഇനോട് അസംതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ആ അസംതൃപ്തി ചിലപ്പോൾ നമ്മൾ അനാവശ്യമായ ചിന്തയിലേക്ക് പോയിട്ട് അല്ലാഹുവിലുള്ള വിശ്വാസം തന്നെ നശിച്ചിട്ട് ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആത്മഹത്യയിലേക്കൊക്കെ പോയാൽ എന്ത് സംഭവിക്കും? അത് ഈമാന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമാകും. സുബ്ഹാനല്ലാഹ്, അടുത്ത കാലത്ത് മുസ്ലിം സമൂഹത്തിൽ ചെറിയ നിലക്ക് ആത്മഹത്യയുടെ പ്രവണത വർദ്ധിക്കുന്നുണ്ടോ എന്നത് നമ്മുടെ മുന്നിൽ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളുടെ ഭാഗമായി ചിന്തിച്ചു പോയിട്ടുണ്ട്. ചില ആത്മഹത്യകൾ ഇങ്ങനെ കണ്ടപ്പോ ഒരാഴ്ചക്കിടയിൽ തന്നെ 2-3 മുസ്ലിമീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേട്ടപ്പോ വല്ലാതെ സങ്കടം വന്നുപോയി. കാരണം എന്താണ്? അങ്ങനെ ഒരു ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകേണ്ടവരല്ല വിശ്വാസികൾ. അത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്, റബ്ബിലേക്കുള്ള തവക്കുലിന്റെയും കുറവാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഈമാന് നശിച്ച് നരകത്തിലേക്ക് പോകാനുള്ള സബബാ. അതുകൊണ്ട് ഒരാളും ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല. ആ ആത്മഹത്യയിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളെ സംതൃപ്തിപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ്. അതിൽപ്പെട്ട ഒന്നാണ് ചിലപ്പോൾ അള്ളാഹു ഫഖർ നൽകും. അള്ളാഹു മനുഷ്യനെ എല്ലാവരെയും ഒരേപോലെ അല്ല ഈ ലോകത്ത് പടച്ചത്, വ്യത്യസ്തതയോടുകൂടെയാണ്. എന്തിനാണ് അള്ളാഹു വ്യത്യസ്തതയോടെ പടച്ചത്? അത് മനുഷ്യന്മാർക്ക് ഇബറത്താണ് എന്ന് മാത്രമല്ല, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അത് സാധിക്കാനും വേണ്ടിയാണ്. കാരണം ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായി മനുഷ്യരെ വ്യത്യസ്ത കോലത്തിലാണ് ആക്കിയത്. അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാരും മുതലാളിമാരായാല് തൊഴിലെടുക്കാൻ പിന്നെ ആരുണ്ടാവൂല. അപ്പൊ തൊഴിലെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ചില ആളുകൾ വേണം, എന്നാലേ മുതലാളിയായിട്ട് നിൽക്കുള്ളൂ, ബിസിനസ് വിജയിക്കൂ. എല്ലാരും വലിയ സമ്പന്നരായാൽ കാർഷിക വേലക്ക് ആളുകൾ ഉണ്ടാവൂല. കൃഷിത്തോട്ടത്തിൽ തൊഴിലെടുക്കാൻ ആളുകൾ വേണം. അങ്ങനെ ആളുണ്ടായാലേ നെല്ലുണ്ടാക്കാൻ ആളുണ്ടാവുള്ളൂ. അല്ലാതെ നെല്ല് അതേപോലെ തന്നെ മറ്റു ധാന്യങ്ങൾ ഇതൊന്നും ഉണ്ടാക്കാനുള്ള, കൃഷി ചെയ്യാനുള്ള ആളുകൾ ഇല്ലാതെ പോയാൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകൂല. കായ് മാത്രം കയ്യിലുണ്ടായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയോ? ഇല്ല. ആ ഭക്ഷണത്തെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മരിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ വേണം, കർഷകര് വേണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയൂ. ഈ മനുഷ്യന്റെ ജീവിതം സന്തുലിതമായി ഈ പ്രകൃതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു മനുഷ്യരെ വ്യത്യസ്ത കോലത്തിലാക്കിയത്. എല്ലാരും IAS ഉദ്യോഗസ്ഥരായാല് പിന്നെ എന്തുണ്ടാവൂല? വില്ലേജ് ഓഫീസിൽ തൂപ്പിന്റെ പണിക്ക് അല്ലെങ്കിൽ അവിടെ തുടച്ചു വൃത്തിയാക്കാനുള്ള തൂപ്പുകാരൻ ഉണ്ടാവില്ല.
അപ്പൊ ചില ആളുകൾ SSLC തോക്കണം, ചില ആളുകൾ +2 തോൽക്കണം, അതേപോലെ തന്നെ ചില ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാനുള്ള യോഗ്യത ഇല്ലാതാകണം. അപ്പൊ ആരും വിചാരിക്കേണ്ട ഞാൻ എന്താ എങ്ങനെയായി പോയി എന്ന് വിചാരിക്കേണ്ടതില്ല. ചില ആളുകളെ തോൽവികൾ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഹൈ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളായാൽ വലിയ ഉദ്യോഗസ്ഥന്മാര് മാത്രമായാൽ കീഴുദ്യോഗസ്ഥന്മാരുണ്ടാകുമോ? അതേപോലെ തന്നെ നമ്മുടെ താഴെ തട്ടിൽ തോട്ടിപ്പണി എടുക്കാൻ ആളുകൾ ഉണ്ടാകുമോ? അതേപോലെ തന്നെ നമ്മുടെ അങ്ങാളി വൃത്തിയാക്കാനുള്ള ആളുകൾ ഉണ്ടാകുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഹോട്ടൽ കയറിയാൽ മേശ വൃത്തിയാക്കാൻ ആളുകൾ ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ഈ ലോകത്ത് എല്ലാ തൊഴിലും ഉണ്ടാകണം, ആ തൊഴിലുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകണം. അപ്പൊ അതിന് മനുഷ്യന്മാരെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാണ് ആക്കിയത്. അപ്പൊ ചിലപ്പോ ചില ആളുകൾക്ക് ചെറിയ സാമ്പത്തിക ഞെരുക്കുണ്ടാകുമ്പോ എന്ത് തൊഴിലും എടുക്കാൻ ഒരു സന്നദ്ധാകും. അതേസമയം എല്ലാവരും വലിയ സമ്പന്നരായാലും ആരും കീഴൊതുങ്ങൂല, ആരും ചെറിയ ജോലി എടുക്കാൻ സന്നദ്ധമാകൂല. അപ്പൊ അല്ലാഹു ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുക. ആ നിയന്ത്രണത്തിന് കീഴിൽ വ്യത്യസ്തതയോടെ വൈജാത്യങ്ങളോടെയാണ് ഈ ലോകത്ത് മനുഷ്യരെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ സംവിധാനങ്ങളിൽ സംതൃപ്തി അടയുകയാണ് വിശ്വാസി വേണ്ടത്. ആ സംതൃപ്തി എപ്പോഴാണ് ഉണ്ടാകുക? റബ്ബിൽ പൂർണ്ണമായി മനസ്സ് സമർപ്പിക്കുമ്പോഴാണ്. ആ സമർപ്പണമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ആ തവക്കുലിന്റെ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിലും അസ്വസ്ഥപ്പെടില്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിലും ആരോടും ആക്ഷേപമുണ്ടാവില്ല, ആരോടും പ്രയാസം തോന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കുണ്ടാകേണ്ട അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ആ തവക്കുലിന്റെ മനസ്സ് നമുക്ക് വേണം. നമ്മൾ എന്ത് പ്രയാസം ഉണ്ടായാലും അല്ലാഹുവിൽ ഒരു ചെറിയ അസംതൃപ്തി പോലും, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമുക്കുണ്ടായിക്കൂടാ. ദുനിയാവില് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. ആ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോ അതിന്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു ചില ആളുകളെ അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാക്കി മാറ്റും. അള്ളാഹ് എന്നെ ഇങ്ങനെ ആക്കിയത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാ പിന്നെ നമുക്ക് അതിൽ ടെൻഷൻ ഇല്ലല്ലോ, അസ്വസ്ഥതയില്ലല്ലോ. ആ അസ്വസ്ഥത ആ രീതിയിൽ നമ്മളെ കൽബ് കൊണ്ട് കാര്യങ്ങളെ ഉൾക്കൊണ്ടാൽ ഒരാളും അസ്വസ്ഥപ്പെടില്ല. ആ നിലക്ക് അസ്വസ്ഥപ്പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല തവക്കുലിന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അല്ലാഹു പഠിപ്പിക്കുക. ഞാൻ അത്രമാത്രം തവക്കുലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. അടുത്ത സൂക്തമാകുന്ന അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു മുഅ്മിനീങ്ങളെ സ്വഭാവമായിട്ട് മൂന്നാമത്തെ ഐഡന്റിറ്റി ആയിട്ട് പറയാണ് അല്ലദീന യുഖീമൂന സ്വലാഹ്. അവരാരാണ്? അവർ നിസ്കാരത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നവരാണ്. നിസ്കാരത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നവരാണ്. നിസ്കാരത്തെ വേണ്ടതുപോലെ പരിഗണിക്കുന്നവരാണ്. നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു അമലാണ്. ആ അമലിന് വല്ലാത്ത മൂല്യമാണ്. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയ്യ അസ്വലാഹ്. ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായി വിശ്വാസികൾ മാറണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലദീന യുഖീമൂന സ്വലാഹ്. അവരാരാണ്? നിസ്കാരത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നവരാണ്.
അതിന്റെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നിലനിർത്തുന്നവര്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ നിസ്കാരം അത് കേവലം അള്ളാഹുവിന്റെ മുന്നിൽ നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്ത് എന്ന് മാത്രം കണ്ടാൽ പോരാ. ആ നിസ്കാരത്തിന് വലിയ ഫലമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനമുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസികളായ ആളുകളോട് അള്ളാഹു ഓരോ ദിവസവും നിർവഹിക്കാനുള്ള അമലിൽ ആകെ പറഞ്ഞത് നിസ്കാരം മാത്രമേ ഉള്ളൂ. അത് തന്നെ മര്യാദയ്ക്ക് നിസ്കരിച്ചാല് ഒക്കെ റെഡിയാവും. മനുഷ്യന്മാര് ഒരു വലാലത്തിലേക്കും പോകൂല, ഒരു മോശത്തരത്തിലേക്കും പോകൂല. നിങ്ങൾ നോക്കൂ, ഇസ്ലാം കാര്യങ്ങളിൽ ബാക്കിയെല്ലാം ദൈനംദിനം ചെയ്യാനില്ല. റമദാൻ മാസത്തിൽ നോമ്പ്, വർഷത്തില് മാസത്തില് മാത്രം. ഹജ്ജ് കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മാത്രം. സക്കാത്ത് എല്ലാവർക്കും ബാധകയില്ല. അതിന്റെ നിസാബ് മുതല് ഒരു വർഷം കയ്യിൽ സൂക്ഷിച്ച ആളുകൾക്ക് വർഷത്തിൽ ഒരിക്കലും. എല്ലാ ദിവസവും ചെയ്യാനുള്ള പണി ആകെ ഏതാണ്? അത് യഥാർത്ഥത്തിൽ നിസ്കാരമാണ്. ആ നിസ്കാരം വളരെ ലഘുവാണ്. അത് തന്നെ ഒരേ സമയത്ത് നിർവഹിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞത് വ്യത്യസ്ത സമയത്ത് നിർവഹിക്കാനാണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ആ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത്. നിസ്കാരം ചെറിയ സംഗതിയല്ല എന്ന് മനസ്സിലാക്കി തരാൻ അള്ളാഹു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. പകലിന്റെ 2 ഭാഗത്ത്, രാത്രിയിൽ എന്ന് പ്രയോഗിച്ചു. അത് ആ വാചകം 2 നിസ്കാരത്തിലേക്കാണ് അറിയിക്കുന്നത്. തറഫൈ സുലഫ് എന്നുള്ളത് ജംഇന്റെ പ്രയോഗമാണ്. അപ്പൊ ആ രാത്രിയിൽ 3 നിസ്കാരം, അതാണ് മഗ്രിബ്, ഇശാ, സുബ്ഹി. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 നിസ്കാരം പകലിലാണോ അല്ലെങ്കിൽ രാത്രിയിലാണോ എന്നുണ്ട്. എന്തായാലും ഈ വാചകം ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് 3 നിസ്കാരം രാത്രിയിലും 2 നിസ്കാരം പകലിലും, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി 2 വാചകം മാത്രമാണ് 5 നേരത്തെ നിസ്കാരത്തിന് അള്ളാഹ് പ്രയോഗിച്ചത്. 5 നേരത്തെ നിസ്കാരത്തിന് അള്ളാഹ് പ്രയോഗിച്ച 2 വാചകമാണ്. എന്താണ് 2 വാചകം? തറഫൈന്നഹാ, അതാണ് ഒരു വാചകം. സുലഫം മിനൽ ലൈൽ, അതാണ് മറ്റൊരു പ്രയോഗം. ഈ 2 പ്രയോഗം കൊണ്ട് 5 നിസ്കാരം. എന്തിനാണ് അങ്ങനെ 2 പ്രയോഗത്തിൽ 5 നിസ്കാരത്തെ ഒതുക്കിയത്? പടച്ചവൻ വേണമെങ്കിൽ ഓരോ നിസ്കാരത്തെ കുറിച്ചും പറഞ്ഞുകൂടായിനോ? അങ്ങനെ പറയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ പറയാതിരുന്നത്? അത് വളരെ സിമ്പിളാണ്, വളരെ ലഘുവാണ്. നിസ്കാരം എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ഭാരിച്ച സംഗതിയല്ല. അങ്ങനെ അതിന്റെ ഒരു ലഘൂകരണം മനസ്സിൽ തോന്നാനാണ് ഈ നിലക്ക് 2 പ്രയോഗം പ്രയോഗിച്ചത് എന്ന് വിശദീകരിച്ചതും കാണാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്ത്. ഹസനാത്തുകൾ സയ്യാത്തുകളെ എന്ത് ചെയ്യും? മായ്ച്ചുകളയും. ഹസനാത്തുകൾ സയ്യാത്തുകളെ മായ്ച്ചുകളയും എന്ന് അള്ളാഹു പറയുകയാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ഉടനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദിവസവും നിർബന്ധമായി നിർവഹിക്കേണ്ട ആകെക്കൂടെയുള്ള അമല്, ആ അമല് 5 നേരത്തെ നിസ്കാരമാണ്. ആ നിസ്കാരമാണെങ്കിൽ കേവലം അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ഇബാദത്ത് നിർവഹിക്കുക എന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സംഗതി മാത്രമല്ല ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ പരിഹരിക്കപ്പെടാൻ ആ ഒരൊറ്റ നിസ്കാരം തന്നെ കാരണമാകും. നിസ്കാരം തന്നെ വലിയ കാരണമാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ. ഖുർആൻ
പറഞ്ഞില്ലേ അൽ ഹസനാത്തു യുദ്ഹിബുന സയ്യാത്ത് എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ വിശദീകരണം പോലെയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 5 നേരത്തെ നിസ്കാരവും ജുമുഅ മുതൽ അതേ അടുത്ത ജുമുഅ വരെയും ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയും അതേ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഈ ഓരോ കാര്യങ്ങൾക്കുമിടയിലുള്ള ഓരോ ഓരോ വഖത്ത് നിസ്കാരവും അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള കാര്യങ്ങൾ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള കാര്യങ്ങൾ ആ പാകപ്പിഴവുകൾ മുഴുവനും പരിഹരിക്കപ്പെടുകയാണ് ഈ അമലുകളെ കൊണ്ട്. വൻ ദോഷങ്ങൾ വെടിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ ചെറിയ തെറ്റുകൾ സംഭവിക്കാമല്ലോ. ആ സംഭവിക്കുന്ന തെറ്റുകൾ പാകപ്പിഴവുകൾ അത് മുഴുവനും ഈ അമലുകളെ കൊണ്ട് മായ്ക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്കാരം എന്നത് എത്ര സൗന്ദര്യമുള്ളതാണ്, എത്ര ആനന്ദമുള്ളതാണ്. ഈമാനുള്ളവർക്ക് വല്ലാത്ത രസം കിട്ടുന്ന അമലാണ് നിസ്കാരമെന്നത്. നമ്മൾ കുറെ കാലമായില്ലേ നിസ്കരിക്കണം അല്ലേ? നമ്മൾ കുറെ കാലമായി നിസ്കരിക്കുന്നു. ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്കാണ് ആ നിസ്കാരത്തിന്റെ രസം കിട്ടിയത്, അതിന്റെ ലദ്ദത്ത് അനുഭവിച്ചത്? ആ ലദ്ദത്ത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി അനുഭവിക്കുക എന്നത് അത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു സന്തോഷമാണ്. പക്ഷേ നമുക്ക് പലർക്കും ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അല്ലാഹു ആ ലദ്ദത്ത് അനുഭവിച്ച് നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാർക്ക് എന്തുകൊണ്ടാണ് ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ പറ്റിയത്? അത് ആ നിസ്കാരത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് അത് വലിയൊരു അമലാണ്, അത് വല്ലാത്തൊരു ഇബാദത്താണ് എന്ന് അവർ കൃത്യമായി അനുഭവിച്ചത് കൊണ്ട് ആ ഒരു അമലിന്റെ ഒരു വലിയ മഹത്വമാണ് ഈ ഹദീസുകളിലൂടെ ഒക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും. നിസ്കാരത്തിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു പവർ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരികയാണ്. അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ ഹൽ യബ്ഖാ മിൻ ദർനിഹി ശൈ. അല്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ എന്ത് ചെയ്യുന്നു? 5 നേരം ഒരാള് കുളിക്കാൻ വേണ്ടി ഇറങ്ങി കുളിച്ച് വൃത്തിയാകുകയാണ്. അങ്ങനെ കുളിക്കുന്ന മനുഷ്യന്റെ ശരീരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ല മ്ലേച്ഛതയും വല്ല മോശപ്പെട്ട കാര്യങ്ങളും അവശേഷിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് സ്വഹാബാക്കളോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഖാലൂ, അവര് പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദർനിഹി ശൈഅ. ഓ നബിയേ, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മ്ലേച്ഛതയും അവശേഷിക്കൂല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വദാലിക മസലുസ് സ്വലവാത്തിൽ ഖംസീ. എങ്കിൽ കേട്ടോളൂ, 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉപമ അതാണ്. യംഹുല്ലാഹു ബിഹിന്നൽ ഖത്വായ. അല്ലാഹു എന്ത് ചെയ്യും? ആ
നിസ്കാരം കൊണ്ട് നിങ്ങളെ പിഴവുകളെ മായ്ച്ചു കളയും എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്ന ഉപമ കണ്ടില്ലേ? അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഒരു ഹദീസ് കൂടെ ഞാൻ കേൾപ്പിക്കാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇന്ന റജുലൻ അസ്വാബ മിൻ ഇംറഅത്തിൻ ഖുബ്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തീർച്ചയായിട്ടും ഒരാൾ, ആ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു പോയി. ആ സ്ത്രീയെ ഒന്ന് ചുംബിച്ചു പോയി. അങ്ങനെ ഒരവസരം അയാൾക്ക് ഉണ്ടായി. ഒരു അന്യ സ്ത്രീയെ ചുംബിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോയി. അങ്ങനെ ഉണ്ടായപ്പോൾ അയാളാകെ ബേജാറായി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഫാത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. ഫഅഖ്ബറഹു, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം അറിയിക്കുകയാണ്, പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യൻ വലിയ ബേജാറോടെ, വെപ്രാളത്തോടെ, പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അരുതായ്മ സംഭവിച്ചു പോയല്ലോ, ആ ഒരു അരുതായ്മ സംഭവിച്ചതിലുള്ള മനോവിഷമം മനസ്സിൽ വല്ലാതെ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം എന്ന് പറയേണ്ടതില്ലല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയാനുള്ള കാരണം ഈ ഒരു കാര്യം ചെയ്തു പോയതിലുള്ള മനസ്താപമാണ്, വല്ലാത്ത ബേജാറാണ്. ആ ബേജാറോടെ വന്ന് പറഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹു തആല, അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ് ഒരായത്ത്. ആ ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്. വഅഖിമിസ് സ്വലാത തറഫൈൻ നാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, അതേ രാത്രിയും പകലും നിസ്കാരമുണ്ടല്ലോ, അത് വലിയൊരു അമലാണല്ലോ. ആ അമലുകൾ ഇന്നൽ ഹസനാത്ത്, തീർച്ചയായിട്ടും ഹസനാത്തുകൾ യുദ്ഹിബുനസ് സയ്യിആത്ത്, സയ്യിആത്തുകളെ മായ്ച്ചു കളയുന്നതാണ്. ഈ സൂക്തം അങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ഫഖാല റജുലു, ഉടനെ ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അലി ഹാദാ, അല്ല ഇത് ഈ സമയത്ത് മാത്രം ഈ മനുഷ്യൻ മാത്രമുള്ളതാണോ എന്ന നിലക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല ലി ജമീഇ ഉമ്മത്തി കുല്ലിഹിം, അല്ല, ഈ വ്യക്തിക്ക് മാത്രമുള്ളതല്ല, ഈ ഉമ്മത്തിലെ സർവ്വ ആളുകൾക്കുമുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. നിസ്കാരം എന്ന് പറയുന്നത്, 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്, അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന് മാത്രം ഖാസായി ലഭിച്ച ഒരു അമലാണ്. നിസ്കാരം പൂർവ്വകാലത്തുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അതേസമയം എല്ലാ വക്ത നിസ്കാരവും ഇല്ല. ഈ 5 നേരത്തെ നിസ്കാരം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയത്, അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അവിടുത്തെ ഉമ്മത്തിനുള്ള വല്ലാത്തൊരു സമ്മാനവുമാണ്. അത് സമ്മാനമാണെന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജിന്റെ സംഭവം കേട്ടപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് റബ്ബിലേക്ക്, അള്ളാന്റെ ഹബീബിന്റെ അനുയായികൾക്ക് നേരിട്ട് സംഭാഷണം നടത്താനുള്ള അമലാണ്.
എന്നും നമുക്കറിയാം. അതേ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് പൂർവകാലത്തെ സർവ്വ ഉമ്മത്തിൽ നിന്നും ഖുസൂസിയത്തുള്ള ഉമ്മത്താണ്. ആ ഉമ്മത്തിനേക്കാളും ഫലമുള്ള ആദരവുള്ള ഉമ്മത്താണ്. അത് അല്ലാഹു റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, അവിടുത്തോടുള്ള ആദരവിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല ഖുസൂസിയത്ത് നൽകിയത്, അവിടുത്തെ ഉമ്മത്തിനും ഖുസൂസിയത്ത് നൽകിയിട്ടുണ്ട്. ആ ഖുസൂസിയത്തിന്റെ ഭാഗമാണ് 5 നേരത്തെ നിസ്കാരമെന്ന് മനസ്സിലാക്കണം. പൂർവകാല സമുദായത്തിലെ ഉമ്മത്തുകൾക്ക്, ആ പ്രവാചകന്മാർക്ക് ചില നിസ്കാരങ്ങളേ ഉള്ളൂ. ആ നിസ്കാരത്തിന്റെ ഫലമേ അവർക്കുള്ളൂ. എന്നാൽ അവരെ എല്ലാം മറികടക്കും വിധത്തിൽ അവർക്ക് ഓരോ വിഭാഗത്തിനും നൽകപ്പെട്ടിട്ടുള്ള ചിലതോ അവർക്ക് നൽകപ്പെടാത്തതുമായ എല്ലാ നിസ്കാരവും ഉൾപ്പെടുത്തിയിട്ട് ഈ ഉമ്മത്തിന് അല്ലാഹു ആദരിച്ചുകൊണ്ട് നൽകിയ സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം വല്ലാത്ത ആനന്ദമുള്ളൊരു അമലാണ്. ആ നിസ്കാരം കൊണ്ട് വലിയ അസറാണ്. അതേ, ഈ ഉമ്മത്തിന് ക്ലിയറായി പോകണം. ഈ ഉമ്മത്തിന് വലിയ റഹ്മത്താണ് ഈ നിസ്കാരം. ആ നിസ്കാരം റഹ്മത്താകുന്നത് എങ്ങനെയാണ്? ഓരോ നിസ്കാരവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങള് ഇങ്ങനെ പരിഹരിച്ചു പോകുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഖാൽ, അവിടുന്ന് പറയാണ്, ഒരാള് വന്നു. ഫഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഇന്നി അസബ്തു ഹദ്ദൻ ഫാഖിംഹു അലയ്യ. ഓ നബിയേ, എന്നിൽ ഒരു ഹദ്ദ് നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. എന്നിൽ ഒരു ഹദ്ദ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എന്താണ് ഹദ്ദ് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് ചില തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകൾക്ക് പകരം ചില ശിക്ഷാ നടപടികൾ നടപ്പിലാക്കും. കട്ടവന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, കള്ളു കുടിച്ചവനെ 100 അടി അടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കുറ്റത്തിന്റെ മാരക അവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തങ്ങളാകുന്ന ശിക്ഷാ നടപടികൾ, ആ ശിക്ഷാ നടപടികൾ എടുക്കും. ആ ശിക്ഷാ നടപടികളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹദ്ദ്. അപ്പൊ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവ് സംഭവിച്ചപ്പോൾ ആ സംഭവിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറയാണ്, ഇന്നി അസബ്തു ഹദ്ദൻ ഫാഖിംഹു അലയ്യ. ഞാനിതാ ഹദ്ദ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു തെറ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ, ആ ഹദ്ദ് എന്റെ മേലിങ്ങ് നടപ്പിലാക്കിക്കോ. കാരണം അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശം, ദുനിയാവിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നല്ല, അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഈ തെറ്റിന്റെ ശിക്ഷ ഇവിടുന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാനിങ്ങ് വാങ്ങിയാൽ അതങ്ങ് പരിഹരിക്കപ്പെടുമല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹം. അള്ളാഹുവിന്റെ ശിക്ഷ ആഖിറത്തിൽ എനിക്ക് നേരിടാൻ കഴിയില്ല എന്ന ബേജാറാണ്. ആ ബേജാറ് മനസ്സിലുള്ള ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു. ഖാൽ, ആ സമയത്ത് റാവി പറയുകയാണ്, വലം യസ്അലുഹു അൻഹു. അദ്ദേഹത്തോടൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ല.
എന്ത് തെറ്റാ ചെയ്തത് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിച്ചില്ല. ഒന്നും അതിനൊരു പ്രതികരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയില്ല. അങ്ങനെ നടത്താതിരുന്നപ്പോൾ അങ്ങനെ അതൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല. ഇദ്ദേഹം ഇത് നടപ്പിലാക്കപ്പെടണം എന്ന ആഗ്രഹത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? നിസ്കാരത്തിന്റെ സമയമായി. അങ്ങനെ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അതേ നിസ്കരിച്ചു ഈ മനുഷ്യൻ. ഫലമ്മാ ഖളൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കാരമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഖാമർ റജുലു ഈ വന്ന് ആവശ്യപ്പെട്ട മനുഷ്യനില്ലേ, ആ മനുഷ്യൻ എഴുന്നേറ്റു നിന്നു. ഫഖാൽ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഹദ്ദാ ഫാഖിം ഫിയ കിതാബല്ലാഹ്. നബിയേ, ഞാനിങ്ങനെ പിഴവ് ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ ഒരു ശിക്ഷാ നടപടി എന്റെ മേൽ നടപ്പിലാക്കൂ. ഈ കാര്യം വീണ്ടും അയാൾ ആവശ്യപ്പെട്ടു. നിസ്കാരമൊക്കെ കഴിഞ്ഞു നിന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ പറഞ്ഞു, ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഗഫറ ലക ദംബക ഔ ഹദ്ദക. മോനെ, പിഴവുകൾ സംഭവിച്ചു വന്നതാണ്. നേരത്തെ ഞാനൊരു മറുപടിയും നിന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നീ എന്റെ കൂടെ ജമാഅത്തിന് പങ്കെടുത്തു, നിസ്കാരം നിർവഹിച്ചു എങ്കിൽ ഇനി നിന്നോട് എനിക്ക് മറുപടി പറയാനുണ്ട്. ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഗഫറ ലക ദംബക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു. ഔ ഹദ്ദക. റസൂലുള്ള ഏത് പ്രയോഗമാണ് നടത്തിയെന്ന് അറിയില്ല. റാവിക്ക് സംശയമുണ്ട്. നീ നിന്റെ ഹദ് അല്ലാഹു അതേ പുറത്തു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നീ ചെയ്ത പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹു നിസ്കാരം എന്ന വലിയ ഇബാദത്ത് വെറുതെ തന്നതാണെന്ന് മനസ്സിലാക്കിയോ? ഉമ്മമാരെ, രക്ഷിതാക്കളെ, മുതല്ലിമീങ്ങളെ, അത് വെറുതെ തന്നതല്ല കേട്ടോ. അടിമകളാകുന്ന നമ്മളോട് വല്ലാത്ത മഹബ്ബത്ത് റബ്ബിനുള്ളത് കൊണ്ട് നിസ്കാരം ഇത്രയും ക്വാളിറ്റിയോടെ വല്ലാത്ത പവറോടെ റബ്ബ് തആല തന്നത് കേട്ടോ. ആ നിസ്കാരത്തിന്റെ പവർ കണ്ടില്ലേ? അതിന്റെ മൂല്യം കണ്ടില്ലേ? വല്ലാത്ത മൂല്യമല്ലേ? ആ മൂല്യത്തെ നമ്മൾ തിരിച്ചറിയണം. ആ മൂല്യത്തെ നമ്മൾ തിരിച്ചറിയണം. ചെറിയ അമലല്ല. ഞാൻ ഇതെന്താണ് വിശദീകരിക്കുന്നത്? അതേ, നമുക്ക് ഇന്നു മുതൽ നിസ്കാരത്തിൽ നിൽക്കുമ്പോ വല്ലാത്തൊരാനന്ദം വേണം. ഖൽബ് റബ്ബിലേക്കൊന്ന് ലയിക്കണം. ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മളെ ഖൽബിലൊരു ചിന്തയുണ്ടാകണം. ആ ചിന്ത ഖൽബിൽ വരാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിയത് കേട്ടോ. അതല്ലാതെ എനിക്ക് തെറ്റിയെന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം എന്താണ്? നിസ്കരിച്ചാ തെറ്റൊക്കെ പരിഹരിക്കപ്പെടുമല്ലോ. അങ്ങനെ സയ്യിആത്തുകളിൽ നിരതമാകാനും അതിലേക്ക് മനസ്സ് ചേരാനുമുള്ള ചിന്ത നൽകാനല്ല. സയ്യിആത്തുകൾ മനഃപൂർവ്വം ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അറിയാതെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട്, ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട്, ചിലപ്പോൾ ചില കൂട്ടുകെട്ടുകൊണ്ടാകാം നമ്മൾ വിചാരിച്ചില്ലെങ്കിലും മറ്റു ചില ആളുകൾ വിചാരിച്ചാലും എന്റെ ജീവിതത്തിൽ പിഴവ് പറ്റാമല്ലോ, തെറ്റുപറ്റാമല്ലോ. ഞാനൊരു അന്യപെണ്ണിനെ നോക്കണം
നോക്കണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു പെണ്ണിങ്ങോട്ട് നോക്കിയിട്ട് ഞാനൊന്നൊന്ന് ആകർഷിച്ചു പോയാലോ, ഞാനത് പെട്ടുപോകുമല്ലോ. അതേ ഒരു പെണ്ണ് ഒരു അന്യപുരുഷനിലേക്ക് നോക്കണമെന്ന് വിചാരിക്കുന്നില്ല. അതേസമയം ഒരു അന്യപുരുഷൻ അങ്ങോട്ട് അതേ നോക്കിയിട്ട് അവരെ ഒന്ന് ആകർഷിപ്പിക്കാൻ ശ്രമിച്ചാലോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ നമ്മൾ ഉദ്ദേശിക്കാതെ ചിലപ്പോൾ ചില പിഴവുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. അതേപോലെ തന്നെ നമ്മൾ അറിയാതെ ചില തെറ്റുകളിൽ പോയി പെട്ടേക്കാം. മൊബൈലൊന്ന് എടുത്തു നോക്കിയതാണ്, തുറന്നു നോക്കിയപ്പോൾ വേണ്ടാത്ത കാഴ്ചകളാണ്. ഞാനതങ്ങനെ ബ്ലിങ്ക് ചെയ്തപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തു പോയതാണ്. അപ്പൊ പോയത് മോശമായ ദൃശ്യങ്ങളിലേക്കാണ്. അങ്ങനെ എത്തിയപ്പോൾ ഞാനൊന്ന് അതിലേക്ക് സമയം ചെലവഴിച്ചു പോയതാണ്. ഇങ്ങനെ അറിയാതെ പെട്ടുപോകാമല്ലോ. അതേ, അങ്ങനെ അറിയാതെ നമ്മൾ സയ്യിയാത്തുകളിൽ ചെന്നു ചാടാം. അതേ, ചെറിയ തെറ്റുകളിൽ പെട്ടുപോകാം. ഞാനൊന്ന് കുടുങ്ങുമെന്ന് വിചാരിച്ചപ്പോ തൽക്കാലം കളവ് പറഞ്ഞതാണ്. അപ്പൊ വേറെ എന്തോ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കളവ് പറഞ്ഞതാണ്. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്. ഇങ്ങനെയാണ് തെറ്റുകൾ നമ്മൾ സംഭവിച്ചു പോകുന്നത്. അതല്ലാതെ തെറ്റ് ചെയ്യാനായി മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശിച്ച് നടന്നാൽ അതേ സിഗാറുകൾ, ചെറിയ തെറ്റുകൾ നിരന്തരം ആവർത്തിച്ച് ചെയ്യുന്ന സ്വഭാവമുണ്ടായാൽ അത് വലിയ ദോഷത്തിലേക്ക്, ഫിസ്കിലേക്ക് കൂട്ടുന്നതുമാകും. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകും, പരിഹരിച്ചു കിട്ടണമെന്നില്ല. അതേസമയം നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുമ്പോ ആ ചെയ്തു പോയ തെറ്റുകൾ പരിഹരിച്ചു കിട്ടാൻ നിസ്കാരം എന്ന അമല് വലിയ സബബാണ്, കാരണമാണ്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ നിസ്കാരത്തിന് ഫലം ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ നിസ്കാരം കൊണ്ട് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഈമാനും തഖ്വയും അതുകൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആ നിസ്കാരം നമുക്ക് വലിയ ആയുധമാണ്, അതിന് വലിയ പവറാണ്. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഈ നിലക്കുള്ള പവറാണ്. ഇനിയോ നമ്മുടെ ദുനിയാവിനും വലിയ ഖൈറാത്തുകൾ ഉണ്ടാകാൻ ഈ നിസ്കാരം കാരണമാണ്, സബബാണ്. മുസീബത്തുകളിൽ നിന്ന് സലാമത്തിന് നിസ്കാരം സബബാണ്. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ നിസ്കാരം സബബാണ്. ആ നിസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് അല്ലാഹു ഒരു ദിവസം നിർബന്ധമായി പറഞ്ഞ നിസ്കാരം. അതുകൊണ്ട് ദുനിയാവിലും വലിയ നേട്ടമാണ്, ആഖിറത്തിലും വലിയ നേട്ടമാണ്. കണ്ടോ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. എന്താണ് ആ പ്രതിസന്ധി? തന്റെ പ്രിയപ്പെട്ട പത്നി ബീവി സാറ റളിയല്ലാഹു അൻഹാ, മഹദി അവർകള് നല്ല ഭംഗിയുള്ള സ്ത്രീയാണ്. ആ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ക്രൂരനായ ഭരണാധികാരിയായ നമ്രൂദ് എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ നമ്രൂദ് എന്ത് ചെയ്തു? ഈ നിലക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ഇബ്രാഹിമിന്റെ ഭാര്യയായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സൈനിക തലവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ നാട്ടിലുണ്ടെങ്കിൽ അത് രാജാവായ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ സ്ത്രീയെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരണം. ആ സ്ത്രീയെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരണം. എനിക്ക് ആ സ്ത്രീയെ ഉപയോഗിക്കാൻ കഴിയണം എന്ന നിലക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കിട്ടിയപ്പോ സൈന്യം അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും അന്വേഷിച്ച് തെരഞ്ഞിട്ടിറങ്ങുകയാണ്. അങ്ങനെ അന്വേഷിച്ചു വന്ന് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ വസിക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ എത്തിയപ്പോൾ അവിടെ സാറാ ബീവി ഉണ്ട്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിമേ, നിങ്ങളെ ഭാര്യയെ രാജാവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് തരാൻ എനിക്ക് പറ്റൂല, അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സൈന്യത്തിന്റെ മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തനിക്ക് സ്വന്തമായ സൈന്യമുണ്ടോ? തന്റെ കയ്യിൽ ആയുധമുണ്ടോ? ഒന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചില്ല. സമ്മതിക്കാതിരുന്നപ്പോ അതാ സൈന്യത്തിന്റെ സൈനികർ എന്തു ചെയ്തു? സാറാ ബീവിയെ ബലാത്കാരമായി അങ്ങ് പിടിച്ചങ്ങ് കൊണ്ടുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സഹായനായി നോക്കി നിന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ തോന്നി, ഇവിടെ പ്രയോഗിക്കാൻ ഒരു ആയുധമുണ്ട്. ആ ആയുധം എന്തായിരുന്നു? എനിക്ക് സൈന്യമില്ല, ആയുധങ്ങളില്ല, പിടിച്ചു വെക്കാനുള്ള ശേഷിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ നല്ല നിലക്ക് ശരീരം വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുത്ത് ഒരു 2 റക്അത്ത് അങ്ങ് നിസ്കരിക്കുകയാണ്. എന്തിനാണ് 2 റക്അത്ത് നിസ്കരിക്കുന്നത്? ഞാൻ ഈ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് പടച്ചോൻ എന്നെ രക്ഷപ്പെടുത്തും. ആ രക്ഷപ്പെടുത്താനുള്ള എന്റെ അടുക്കലുള്ള ആയുധം അള്ളാന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് മനസ്സിൽ ഉദ്ദേശിച്ച് 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല, എനിക്ക് കഴിയില്ല. ആ നിലക്ക് റബ്ബിന്റെ മുന്നിൽ ഈ 2 റക്അത്ത് നിസ്കാരം മഹാനവറുകൾ അങ്ങ് നിർവഹിക്കാൻ തീരുമാനിച്ചു. ആ നിസ്കാരം നിർവഹിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേറൊന്നും ചെയ്തില്ല. ആ നിസ്കാരം നിർവഹിക്കുക എന്നത് മാത്രം ചെയ്തു. സൈന്യം ഈ ഭാര്യയാകുന്ന സാറാ ബീവിയെയും കൂട്ടിയിട്ട് രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചപ്പോ പറയുന്നത് പോലെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാ. നമ്രൂദിന് വല്ലാതെ ആഗ്രഹമായി. ആ നമ്രൂദ് പറഞ്ഞു, ആ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. സാറാ ബീവി പോകാൻ സന്നദ്ധമാകുന്നില്ല. വല്ലാതെ താല്പര്യം മനസ്സിൽ വെച്ചിട്ട് നമ്രൂദ് അതാ സാറാ ബീവിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ആവേശത്തിൽ. അങ്ങനെ വല്ലാതെ ആവേശത്തിൽ ഇങ്ങനെ പോകുമ്പോ നമ്രൂദ് ഒറ്റ സ്റ്റക്കായി അവിടെ നിന്നുപോയി. ഒരനക്കം മുന്നോട്ട് പോകുന്നില്ല. സൈനികരെല്ലാം അങ്ങനെ അമ്പരം പെട്ടുപോയി. അപ്പൊ ചോദിച്ചു, എന്താ? അപ്പൊ നമ്രൂദ്, അല്ല, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയെയാണോ കൊണ്ടുവന്നത്? അല്ല, മറ്റൊരു ജിന്നിനെ, രാക്ഷസയെയാണോ കൊണ്ടുവന്നത് എന്ന് ഈർഷ്യതയോടെ ചോദിച്ചു. അപ്പൊ എന്തേ കാര്യം? അല്ല, എന്തോ തീത്തുപ്പുന്നത് പോലെയാണല്ലോ ഈ പെണ്ണിനെ കാണുന്നത്. ആ പെണ്ണിന്റെ 2 ഭാഗങ്ങളിൽ നിന്ന് തീത്തുപ്പുന്ന സർപ്പങ്ങളെയാണല്ലോ കാണുന്നത് എന്ന് നമ്രൂദ് പറഞ്ഞു. അപ്പൊ സൈനികര് പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹീമിന്റെ അടുക്കൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഇബ്രാഹീമിന്റെ ഭാര്യയെ തന്നെ ആണ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും രാജാവ് ഒന്നുകൂടെ ഈ സ്ത്രീയെ ഒന്ന് പ്രാപിക്കണമല്ലോ എന്ന വല്ലാത്ത ആഗ്രഹത്തിൽ ആ സമയത്ത് രാജാവ് വീണ്ടും അടുത്തു വരുമ്പോ, ആ അടുത്തു വരുന്ന സമയത്ത് രാജാവിന് അടുക്കാൻ പറ്റുന്നില്ല. സാറാ ബീവിയുടെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ പറ്റിയില്ല. ശരീരത്തിലേക്ക് അടുത്തൊടുന്നത് പോയിട്ട് പരിസരത്തേക്ക് ചെല്ലാൻ തന്നെ നമ്രൂദിന് കഴിഞ്ഞില്ല. അവിടെ അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു. ആ സുരക്ഷിതത്വത്തിന് സബബായത് എന്താണ്? അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 2 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് നിസ്കരിച്ചു എന്നതാണ്. വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ പരിഹാരമായി കണ്ടതെന്താണ്? നിസ്കാരമാണ്. നിസ്കാരത്തിന് അങ്ങനെയും വലിയ ഫലമുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിന് വലിയ ഫലമുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിന് പുറമേ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ. ആ സുന്നത്ത് നിസ്കാരത്തിനും വലിയ അഥറുണ്ട്.
അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിസ്കാരം കാണും, ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. എന്താണ്? നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി നിസ്കാരം. നമ്മൾ വലിയൊരു കാര്യം ഉദ്ദേശിച്ചിറങ്ങുകയാണ്. ആ ഉദ്ദേശിച്ചിറങ്ങുന്ന സമയത്ത് ആ ഉദ്ദേശിച്ച കാര്യം റാഹത്താകണം എന്ന നിലക്ക് നിസ്കരിക്കുക. ആ നിസ്കാരമുണ്ട്. അതേ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്ന നിസ്കാരമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിറങ്ങാൻ പോകുന്ന കാര്യത്തിൽ ഖൈറിനെ തേടിക്കൊണ്ടുള്ള നിസ്കാരം. അങ്ങനെ ഖൈറിനെ തേടിക്കൊണ്ട് നിസ്കരിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എന്തുണ്ടാകും? ഖൈറുണ്ടാകും. അപ്പൊ ദുനിയാവിൽ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപകാരപ്പെടാൻ ഈ നിസ്കാരം സബബാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്രയും വലിയ മഹത്വം നിസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മുഅ്മിനീങ്ങളെ, ഈ നിസ്കാരത്തെ നിങ്ങൾ ഗൗരവത്തിൽ കാണണം. ആ നിസ്കാരം നിങ്ങൾ അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താ? അപ്പോൾ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്തു തന്നെ നിർവഹിക്കലാണ്. നിസ്കാരം അതിന്റെ സമയത്തു തന്നെ നിർവഹിക്കലാണ്. ഓ സഹോദരങ്ങളെ, നിസ്കാരത്തെ നമ്മൾ പിന്തിക്കാൻ പാടില്ല. എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്തായി പറയുകയാണ്, നിസ്കാരം നമ്മൾ അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കണം. ഉമ്മമാർ ചിലപ്പോൾ നിസ്കാരത്തെ വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഖളാ ആക്കാനോ തീരെയും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ആ നിസ്കാരം അതിന്റെ അവ്വൽ വഖ്തിൽ നിർവഹിക്കുക. അവ്വൽ വഖ്തിൽ നിർവഹിക്കുക അത് വലിയ ഫളലുള്ള ഒരു അമലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിസ്കാരത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അല്ലദീന യുഖീമൂനസ് സ്വലാത്ത്, നിസ്കാരത്തെ നിർവഹിക്കുന്നവരാണവർ. നിസ്കാരത്തിനോട് മനസ്സിൽ നമുക്ക് നല്ല മഹബ്ബത്ത് വേണം. ആ നിസ്കാരം നന്നാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒറ്റ ഹദീസ് മാത്രം പറയാം. അനബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖംസു സ്വലവാത്തിൻ ഇഫ്തറലഹുന്ന അല്ലാഹു തആല, 5 നേരത്തെ നിസ്കാരം അല്ലാഹു ഫർളാക്കിയതാ. എന്നിട്ട് പറഞ്ഞു, മൻ ഹസന വുദൂഅഹുന്ന വസല്ലാഹുന്ന ലിവഖ്തിഹിന്ന വഅതമ്മ റുകൂഅഹുന്ന വഖുശൂഅഹുന്ന കാന ലഹു അലല്ലാഹി അഹദുൻ അൻ യഗ്ഫിറ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന വാചകം വല്ലാത്തൊരു വാചകമാണ്. ആരെങ്കിലും നല്ല നിലക്ക് വുളു എടുത്തു, എന്നിട്ടോ സമയത്തു തന്നെ ആ നിസ്കാരങ്ങളെ നിർവഹിച്ചു, ഒക്കെ പൂർണ്ണമായ നിലക്ക് നിർവഹിച്ചു, ഖുശൂഓടെ ആ നിസ്കാരം നിർവഹിച്ചു, കാന ലഹു അലല്ലാഹി അഹദുൻ അൻ യഗ്ഫിറ ലഹു, എങ്കിൽ ആ ഒരു നിലക്ക് നിസ്കാരം നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ള ഒരു വാഗ്ദത്തം ഉണ്ട്. അതെന്താണ്? അദ്ദേഹത്തിന് പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നതാണ്. അങ്ങനെ ഒരു വാഗ്ദത്തമുണ്ട്, കരാറുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കാരം എന്നത് നമ്മളെ വല്ലാത്ത ലദ്ദത്തുള്ള ഒരു അമലായി, വല്ലാതെ സന്തോഷമുള്ള ഒരു അമലായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്.
അത് ചെറിയ സംഗതിയല്ല. ആ ലദ്ദത്ത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നല്ല നിലക്ക് വുദു നല്ല റാഹത്തിൽ ചെയ്യണം. കാക്ക കുളിക്കുന്ന പോലെ വുദു എടുത്താൽ പറ്റൂല. ചില ആളുകൾ എങ്ങനെയാണ് വുദു എടുക്കുമ്പോ എന്തെല്ലോ ഒന്ന് കാട്ടിക്കൂട്ടുക. വെള്ളമൊക്കെ കൃത്യമായോ, അതിന് മുഖത്തിന്റെ പരിധി മുഴുവനും അത് നനഞ്ഞിട്ടുണ്ടോ, കൈയിന്റെ മുട്ട് നനഞ്ഞിട്ടുണ്ടോ, കാലുമല വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിക്കും. പക്ഷേ ഉണങ്ങിയ കാലിന്റെ മുകളിൽ ആ വെള്ളം ഇങ്ങനെ തട്ടി അങ്ങ് തെറിച്ചു പോകുമ്പോ ചിലപ്പോ അവിടെ ചില സ്ഥലത്ത് നനഞ്ഞിട്ടുണ്ടാകൂല. അങ്ങനൊക്കെ സംഭവിക്കും. ആ നിലക്കൊന്നും ആകാൻ പാടില്ല. നമ്മൾ നല്ല ശ്രദ്ധയോടെ എന്ത് ചെയ്യണം, നമ്മൾ വുദു എടുക്കണം. ആ വുദുവിന്റെ നിബന്ധനകളെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല, അതിനൊന്നും സമയമില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നിസ്കാരം അത് ഏറ്റവും നല്ല റാഹത്തിൽ നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. മഹാന്മാരായ ആളുകൾ ആ നിസ്കാരത്തില് കൽബ് ലയിച്ച് വല്ലാതെ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു സമയം അത് നിസ്കാര. ആ നിസ്കാരത്തിൽ ഏറ്റവും ബന്ധപ്പെടുന്ന സമയം സുജൂദ. സുബ്ഹാനല്ലാഹ്. ആ സുജൂദിലേക്ക് നമ്മൾ പോകാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ആലോചിക്കണം, നിസ്കാരം ലദ്ദത്താകി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്, അത് വല്ലാത്തൊരു സൗന്ദര്യമാണ്. കണ്ടോ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും കൂടെ ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പോയി. അങ്ങനെ പോയപ്പോ ആ യുദ്ധത്തിന്റെ സ്ഥലത്ത് എത്തി. തലേ ദിവസം രാത്രി അങ്ങനെ എത്തിയ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ യഹ്റുസുനാ ഫീ ലൈലത്തിനാ ഹാദിഹി, ആരാണ് ഈ രാത്രിയിൽ നമുക്കൊന്ന് കാവൽ നിൽക്കുക? ഈ രാത്രിയിൽ ആരാണ് നമുക്ക് കാവൽ നിൽക്കുക? ഞാനിത് എന്തിനാ പറയുന്നത്? മഹാന്മാരായ ആളുകൾ അവർക്ക് വല്ലാത്ത ലദ്ദത്ത്, അനുഭൂതി, ആസ്വാദനം, ഖൽബിന് വല്ലാത്ത കുളിർമ അത് എപ്പോഴാണ് ഉണ്ടാകുക? അത് നിസ്കാരം നിർവഹിക്കുമ്പോഴാണ് ഉണ്ടാകുക. അവര് വല്ലാതെ അതിന്റെ ഒരു ആസ്വാദനം അനുഭവിച്ചവരാ. ഈ തലേ ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്ക് കാവല് നിൽക്കുക? എല്ലാരും ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് നിൽക്കണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് കാവല് നിന്നാൽ ബാക്കിയുള്ളവർക്ക് വിശ്രമിക്കാലോ. കാരണം നാളെ യുദ്ധം നടക്കേണ്ടതല്ലേ. ആ യുദ്ധത്തിൽ ആരും ക്ഷീണിച്ചു പോകാൻ പാടില്ലല്ലോ. ആ നിലക്ക് ചോദിച്ചു. ഫഖാമ ഇലൈഹി അബ്ബാദ് ഇബ്നു ബിശ്ർ വഅമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. രണ്ട് സ്വഹാബാക്കൾ എഴുന്നേറ്റ് നിന്നു. വഖാല, ആ രണ്ട് സ്വഹാബാക്കളും പറഞ്ഞു, നഹനു യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിന്നോളാം നബിയേ. അങ്ങനെ രണ്ടുപേരും ഏറ്റെടുത്തു. എല്ലാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും എല്ലാവരും വിശ്രമത്തിലേക്ക് പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഉറക്കൊഴിയാൻ തീരുമാനിച്ചപ്പോ അവിടെ ചോദിച്ചു, അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ ചോദിച്ചു, അയ്യു ശത്രഇൽ ലൈലി, അയ്യു ശത്രഇൽ ലൈലി തുസിറു അൻ തനാമ ഫീഹി അവലിഹി അം ആഖിരിഹി. നമ്മൾ രണ്ടാളും തന്നെ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് നിൽക്കുമ്പോ ഒരേ സമയം ഉറക്കൊഴിഞ്ഞ് നിന്നിട്ട് ചിലപ്പോ നമ്മളെ ഉറക്കങ്ങ് തൂക്കിപ്പോയാലോ, അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടാളും ഒരേ സമയത്ത് ഉറക്കൊഴിയുണ്ടല്ലോ. രാത്രിയുടെ ആദ്യ പകുതിയിൽ ഒരാൾ ഉറക്കൊഴിയുകയും മറ്റേ പകുതിയിൽ ഒരാൾ ഉറക്കൊഴിയുകയും ചെയ്താൽ പിന്നെ ഉറക്കു തൂക്കാൻ സാധ്യതയില്ല. നമ്മുടെ തുടക്കം മുതലേ രണ്ടുപേരും ഒരേപോലെ ഉറക്കവ് തൂക്കിയാൽ ഒരു അർദ്ധ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന നിലയ്ക്ക് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ അതേ അങ്ങനെ ചോദിച്ചപ്പോൾ അതേ മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറയാണ്, ബൽ അനാമു ഫീ അവലിഹി, ഞാൻ എന്ത് ചെയ്തോളാം, ആദ്യത്തിൽ ഉറങ്ങിക്കോളാം. ഓ അബ്ബാദ് ബിൻ ബിശ്റേ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തോളൂ, ഉറക്കൊഴിച്ചോളൂ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ ആദ്യ ഭാഗത്ത് ഉറക്കൊഴിച്ചു. അമ്മാർ ഇബ്നു യാസിർ തങ്ങളോ ആദ്യ ഭാഗത്ത് ഉറങ്ങുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഉറക്കൊഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളെ മനസ്സിലുള്ള ആലോചന, ഞാനിങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കുമ്പോ ഉറക്കൊഴിക്കാൻ എനിക്ക് ഏറ്റവും നല്ല സംഗതി എന്താണ്? എനിക്ക് ഏറ്റവും നല്ല സംഗതി എന്താണ്? വകാന ഹലമാ യഹ്ലൂലുൽ ഖുർആനു ഇദാ റത്തലഹു മുസല്ലി. ഞാൻ
നിസ്കരിക്കുന്ന ആളായിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുക, ഇതാണ് എനിക്ക് ഏറ്റവും മധുരമുള്ള സംഗതി. അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിച്ചാലോ എന്ന നിലക്ക് അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ തീരുമാനിക്കുകയാണ്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. സൂറത്തുൽ കഹ്ഫ് അങ്ങ് ഓതാൻ തുടങ്ങി. മഹാനവറുകളെ സൗണ്ട്, ശബ്ദം, അത് വല്ലാത്ത സൗന്ദര്യമുള്ള ശബ്ദം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ശബ്ദം. മസ്ജിദ് നബവിയിൽ നിന്ന് മഹാനവറുകൾ ഓതുമ്പോ ആ ഓത്ത് കേട്ടാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ആയിഷ നിനക്കറിയോ ആ ശബ്ദം ആരതാണെന്ന്? ആയിഷ ബീബി പറയും, അത് അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളുടെ. അത്രയും സൗന്ദര്യമുള്ള, വേറിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശബ്ദം. ആ നല്ല സൗന്ദര്യമുള്ള ശബ്ദത്തിൽ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതി മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചു. അങ്ങനെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മഹാനവറുകളെ നിസ്കാരത്തിൽ അങ്ങ് നിന്നാല് അതിലങ്ങ് ലയിക്കല, വേറെ ഒന്നുമില്ല. മഹാനവറുകൾ ആ നിസ്കാരത്തിൽ നല്ല റാഹത്തിൽ ഖുർആൻ ഇങ്ങനെ ഓതി ദീർഘമായ നിസ്കാരമാണ്. അതാണ് മഹാന്മാരെ സ്വഭാവം. അവർ നിസ്കരിച്ചാല് അവർക്ക് ഇങ്ങനെ അതിൽ കൂടുതൽ ആസ്വാദനമാണ്. നമ്മൾ 2 റക്അത്ത് മുഅക്കദായ റവാത്തിബ് തന്നെ നിസ്കരിക്കുമ്പോഴേക്ക് നമ്മൾ റവാത്തിബ് ളുഹറിന് 9 4 ശേഷവും 4 ഉണ്ട്. ഈ 4 പോയിട്ട് 2 തന്നെ നിസ്കരിക്കാൻ നമുക്ക് മനസ്സെന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പിന്നല്ലേ 4. പലപ്പോഴും നമ്മുടെ അവസ്ഥ അതാണ്. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ സുന്നത്തല്ലേ, സൂറത്തൊന്നും വേണ്ടാലോ, തസ്ബീഹ് ഒക്കെ 2 വട്ടം 1 വട്ടം മതിയല്ലോ. എന്റെ അടക്കം അവസ്ഥയാണ് നമ്മൾ പറയണത്, വേറെ ആരെ കുറിച്ചല്ല, നമ്മളെ ജീവിതത്തിലുള്ള അവസ്ഥയാണ്. എന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി 1 വട്ടം ചൊല്ലി വേഗം നമ്മളെ സലാമത്താകും. നമുക്ക് വജ്ഹത്ത് ഓതാനും സമയമില്ല, സൂറത്ത് ഓതാനും സമയമില്ല, അതേപോലെ തന്നെ തസ്ബീഹ് ഒരു 3 വട്ടം ചൊല്ലാനും സമയമില്ല. ഇതൊന്നും സമയമില്ല. അതാണ് നമ്മുടെ നിസ്കാരത്തിന്റെ കഥ. എന്തുകൊണ്ട് സമയമില്ല? നമുക്ക് നിസ്കാരത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. മഹാന്മാർ ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് അങ്ങ് അനുഭവിച്ചപ്പോൾ അവർക്ക് ക്ഷീണമില്ല, അവർക്ക് പ്രയാസമില്ല, അവർക്ക് വിശപ്പില്ല. അതാണ് മഹാന്മാരെ സ്വഭാവം. അതേ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ആ നിസ്കാരത്തിൽ ഇങ്ങനെ ലയിച്ചു പോവാണ്. അപ്പോ ശത്രുഭാഗത്തു നിന്നും ഇതേപോലെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ആൾ ഉറക്കൊഴിച്ച് നിൽക്കുന്നുണ്ട്. ആ ഉറക്കൊഴിച്ച് നിൽക്കുന്ന അയാള് കാണുന്നത് എന്താണ്? മുസ്ലിം പക്ഷത്ത് ഉറക്കൊഴിച്ച് നിൽക്കുന്ന ആള് നിസ്കരിക്കുന്നതാ കാണുന്നത്. മുശ്രിക്കുകൾക്ക് പോലും അറിയാം, മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ വേറെ ഒന്നും ഒരു ഓർമ്മ ഉണ്ടാവൂല, വേറെ ഒന്നും സ്വഹാബാക്കളെ കുറിച്ച് അറിയാം. കാരണം സ്വഹാബാക്കൾ അങ്ങനെയാണ്, അവർക്ക് നിസ്കാരത്തിൽ നിന്നാല് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാകൂല, വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവൂല. അങ്ങനെയാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമടക്കം അങ്ങനെയാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളെ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ നിന്നപ്പോ അതേ അപ്പുറത്ത് എതിർപക്ഷത്ത് കാവല് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി ഇയാളൊന്നും അറിയൂല, വേറെ ശ്രദ്ധയിലേക്കൊന്നും പോകൂല. അപ്പൊ എന്ത് ചെയ്തു ഈ മനുഷ്യൻ? എന്ത് ചെയ്യുന്നാൽ ആ സമയത്ത് അയാള് അമ്പിങ്ങെടുത്തു, എന്നിട്ട് ആവനായിൽ നിന്ന് വില്ലിങ്ങെടുത്തു, ആവനായിൽ നിന്ന് അമ്പെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് പറ്റിയ സമയമാണ്, മുസ്ലിം സൈന്യത്തിന് കാവൽ നിൽക്കുന്ന ആളെ കൊല്ലാൻ വേറെ സമയം പറ്റിയതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അമ്പും വില്ലും എടുത്തിട്ട് അമ്പം എയ്തപ്പോ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളെ ശരീരത്തിൽ നേരെ അങ്ങ് പോയിക്കൊണ്ടു.
മഹാനവറുകൾ എന്ത് ചെയ്യാണ്? മഹാനവറുകൾ വളരെ സ്നേഹാദരവോടെ ഖുർആൻ ഓതി നിസ്കരിക്കുകയാണ്. ഈ നിസ്കരിക്കുന്ന സമയത്താണ് ശരീരത്തിൽ വന്നിട്ട് അമ്പ് വന്നത് പറ്റിയത്. എന്ത് ചെയ്തു? ഫന്തസാഹു അബ്ബാദ് മിൻ ജസദിഹി, ശരീരത്തിൽ നിന്ന് അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങള് ആ അമ്പ് മെല്ലെ അങ്ങ് ഊരിക്കളഞ്ഞു. മുതദഫിഖൻ ഫീ തിലാവതിഹി ഗാരിഖൻ ഫീ സ്വലാത്തിഹി, നിസ്കാരം മുറിച്ചോ ഇല്ല, ഖിറാഅത്ത് നിർത്തിയോ ഇല്ല. ഖിറാഅത്ത് നിർത്താതെ, നിസ്കാരം മുറിക്കാതെ, നിസ്കാരം ബാത്തിലാകാത്ത വിധത്തിൽ ശരീരത്തിൽ നിന്ന് മെല്ലെ ആ അമ്പങ്ങ് വലിച്ചൂരി കളഞ്ഞു. ഒരു ഭാവമാറ്റവുമില്ല. സുബ്ഹാനല്ലാഹ്. ഈ രംഗം അപ്പുറത്തുനിന്ന് ആ മനുഷ്യൻ കാണുകയാണ്. ഫറമാഹു റജുലു ബിആഖർ, അതാ രണ്ടാമതൊരു അമ്പ് ചെയ്യുകയാണ്. ഫവദഅഹു ഫീഹി, ആ അമ്പ് ശരീരത്തിൽ വന്ന് പതിക്കുകയാണ്. ഫന്തസഅഹു കമന്തസഅ സാബിഖഹു, നേരത്തെ ഊരിയതുപോലെ മെല്ലെ അങ്ങ് ഊരിക്കളഞ്ഞു. നിസ്കാരം മുറിച്ചില്ല, ഖിറാഅത്ത് നിർത്തിയതുമില്ല. ഇതും ആ ശത്രു കണ്ടപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും അമ്പങ്ങയുകയാണ്. അത് ശക്തമായി എഴുതുവിട്ട അമ്പാ. അത് വന്ന് പതിച്ചപ്പോഴും അതേ ശരീരത്തിൽ കുറച്ചു കൂടുതൽ ആഴ്ന്നിറങ്ങിപ്പോയല്ലോ. അത് നിസ്കാരം മുറിക്കാതെ, ഖിറാഅത്ത് നിർത്താതെ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ വലിച്ചിങ്ങ് ഊരാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തമങ്ങ് ചീറ്റി. തൊട്ടു പരിസരത്താണ് അമ്മാർ ഇബ്നു യാസിർ കിടന്നുറങ്ങുന്നത്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് മഹാനവറുകളുടെ ശരീരത്തിലേക്ക് രക്തമങ്ങ് ധരിച്ചപ്പോൾ പെട്ടെന്ന് അതാ ഉറക്കിൽ നിന്നങ്ങ് എഴുന്നേറ്റ് പോയി. അങ്ങനെ എഴുന്നേറ്റപ്പോ മഹാനായ അമ്മാർ ഇബ്നു യാസിർ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങളെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്നു. പരിസരത്ത് 3 അമ്പ്, ആ അമ്പ് വലിച്ചൂരയിട്ടതായി കാണുകയാ. ഇതിങ്ങ് കണ്ടപ്പോ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥമായി പോയി. യാ സുബ്ഹാനല്ലാഹ്, ഹല്ലാ ഐഖദതനി ഇൻദ അവ്വലി സഹമിൻ റമാക ബിഹി, അല്ലയോ അബ്ബാദ് ബിൻ ബിശ്റേ, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? ഒന്നാമത്തെ അമ്പ് തന്നെ വന്ന് കൊള്ളുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചുണർത്തിക്കൂടായിരുന്നോ? നിങ്ങൾ എന്തേ എന്നെ വിളിച്ചുണർത്തിയില്ല എന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ ചോദിച്ചപ്പോ മുഅ്മിനീങ്ങളെ അബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ പറയുന്ന മറുപടി കേൾക്കണേ. മഹാനവറുകൾ പറയാണ്, കുന്തു ഫീ സൂറത്തിൻ അഖറഉഹാ, ഞാൻ നിസ്കാരത്തിലായിരുന്നു. ആ നിസ്കാരത്തിൽ ഞാനിതാ അതാ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഫലം മുഹിബ്ബൻ അഖതഅഹാ ഹത്താ ഫറഗ മിൻഹാ, ആ ഓതുന്ന ഖുർആനില്ലേ അതടക്ക് വെച്ച് മുറിക്കണ്ടേ നിങ്ങളെ ഞാൻ വിളിക്കാൻ. ഞാൻ ലദ്ദത്ത് അനുഭവിച്ച് നിസ്കരിക്കുമ്പോ, ഖുർആൻ ഓതി ഇങ്ങനെ ആസ്വാദനത്തോടെ നിസ്കരിക്കുമ്പോ ആ ഖിറാഅത്ത് മുറിച്ചിട്ട് നിങ്ങളെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല, എനിക്ക് മനസ്സ് വന്നില്ല. അതേ, ഞാനെന്തിന് ഭയപ്പെടണം? ഞാൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ടല്ലേ, അവനിലേക്കല്ലേ മുനാജാത്ത് നടത്തുന്നത്, അവനിലെ കലാമല്ലേ ഞാൻ ഓതുന്നത്. പിന്നെ ഞാൻ വലിയ ബേജാറാകേണ്ടതുണ്ടോ? പ്രയാസം തോന്നേണ്ടതുണ്ടോ? വേണ്ടതില്ലല്ലോ. എന്റെ റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട്
അവനോട് നേരിട്ട് ഡയറക്റ്റ് ഞാനിങ്ങനെ സംഭാഷണം നടത്തുമ്പോ, അവന്റെ കലാമിങ്ങനെ പാരായണം ചെയ്യുമ്പോ, ഞാനിതിൽ എന്റെ ശരീരത്തിൽ വന്നിട്ട് അമ്പ് പതിച്ചാൽ ഞാൻ അസ്വസ്ഥപ്പെടണോ? വേണ്ടതില്ലല്ലോ. മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, മഹാന്മാർക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ രസമാണ്, അത് വല്ലാത്തൊരാസ്വാദനമാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു റക്അത്ത് നിസ്കാരമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു രസം അനുഭവിച്ച് നിസ്കരിച്ചിട്ടുണ്ടോ? റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കാരത്തിൽ ഒരു സുജൂദ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണേ. നമ്മുടെ നിസ്കാരം ഒന്ന് മാറണം. നമ്മുടെ നിസ്കാരം റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടാകണം എന്ന് ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്തായി പറയട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ നിന്നാൽ അവിടുത്തേക്കും വല്ലാത്ത ആസ്വാദനമല്ലേ. മുഹമ്മദുൽ ബുസൂരി തങ്ങൾ പാടിയില്ലേ, വലം തോ സുന്നത മൻ അഹ്യല്ലാലമീന അനിസ്തഖത ഖദമ ഉദ്ദുറ മിൻ വറമി. ചെല്ലുമോ മദീനത്തേക്ക് മനസ്സ് തിരിച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മഹബ്ബത്ത് വെച്ചിട്ട് ഒരു സ്വലാത്ത് ചൊല്ലാമോ? മുത്തുനബി മദീനത്ത് നിന്ന് ഈ മജ്‌ലിസ് ഒന്ന് കാണട്ടെ, അവിടുന്ന് സ്വീകരിക്കട്ടെ. മൗലായ സ്വല്ലി വസല്ലം ഖൈറുൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദുൽ ബുസൂരി തങ്ങൾ പറയാണ്, ഓ നബിയേ, അങ്ങയുടെ തിരുചര്യയോട് നമ്മൾ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ. വലംതു സുന്നത മൻ അഹ്യല്ലാലമീന അനിസ്തഖത ഖദമ ഉദ്ദുറ മിൻ വറമി. പാതിരാവിനെ ഹയാത്താക്കിയിട്ട് അങ്ങയുടെ കാലിന്റെ മുകളിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ റബ്ബിന്റെ മുന്നിൽ നിസ്കാരം നിർവഹിച്ച പതിവ് അങ്ങേക്കുണ്ടായിരുന്നല്ലോ. ആരാണ് നിർവഹിക്കുന്നത്? ഈ രംഗം കണ്ടപ്പോ ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ട്, ഓ നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ ഒരു തെറ്റിന്റെ കറയുമില്ലല്ലോ, അങ്ങനെയുള്ള അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാലിന് വേദനയുള്ള സമയത്ത് പോലും പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു? മറുപടി പറഞ്ഞതെന്താണ്? ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹ് എനിക്ക് എത്ര നിഅമത്ത് തന്നു, അതേ വലിയ നിഅമത്ത് തന്നിട്ടില്ലേ? ആ നിഅമത്ത് തന്ന റബ്ബിനോട് ഞാൻ ശുക്റുള്ള അടിമയാകണ്ടേ എന്നല്ലേ മുത്തുനബി ചോദിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യാൻ അധികാരമുള്ള നേതാവല്ലേ, അർശിന്റെ തണല് വാങ്ങിത്തരാൻ കഴിവുള്ള നേതാവല്ലേ, മഖാമും മഹ്മൂദ് എന്ന ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ അലങ്കരിക്കുന്ന നേതാവല്ലേ. നരകത്തിൽ നിന്ന് എത്രയോ ആളുകളെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അധികാരമുള്ള നേതാവല്ലേ. അത്രയും വലിയ സ്ഥാനമുള്ള ഒരു പിഴവും ജീവിതത്തിൽ സംഭവിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാലിന്റെ മുകളിൽ നീര് കെട്ടിയിട്ട് പോലും നിസ്കാരം ഉപേക്ഷിച്ചില്ലല്ലോ.
അത് ഫർള് നിസ്കാരമല്ലല്ലോ, അത് സുന്നത്ത് നിസ്കാരമാണല്ലോ. വഫാത്തിന്റെ സമയം കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ ദീർഘിച്ചു പോകുമല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാമല്ലോ. വഫാത്തിന്റെ തൊട്ടു മുന്നേ രോഗത്തിലായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുന്നേൽക്കാൻ തന്നെ വയ്യാത്ത സമയത്ത് പോലും അവിടുന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ. ആ ശക്തമായ രോഗം, ആ രോഗം പനി ശക്തിപ്പെട്ടപ്പോൾ ഇമാമത്ത് നിൽക്കാൻ വരാൻ കഴിയാത്തപ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പകരം നിർത്തിയത്. അവിടുന്ന് റൂമിൽ നിന്ന് നിസ്കരിച്ചതാണ്. എന്നാൽ ചെറിയൊരു ആശ്വാസം തോന്നിയപ്പോൾ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നു. രണ്ട് ഭാഗത്തും രണ്ട് സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ തോളിൽ അതേ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് സ്വന്തമായി മുത്തുനബിക്ക് നടക്കാൻ കഴിയുന്നില്ല, അവിടത്തേക്ക് നടക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. ആ സമയത്ത് രണ്ട് സ്വഹാബാക്കളെ തോളിൽ കൈ ഇങ്ങനെ ഇട്ടിട്ട് വരുന്നത് ചികിത്സക്ക് പോകുന്നതല്ല, പിന്നെയോ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തിന് വേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ രംഗം റിപ്പോർട്ട് ചെയ്ത സ്വഹാബാക്കളെ പറഞ്ഞതുമാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്ക് രണ്ടുപേരുടെയും തോളിൽ കൈവച്ചിങ്ങനെ വരുമ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട കാൽ ഭൂമിയിലൂടെ ഇങ്ങനെ നിരങ്ങുകയാണ്. അതിങ്ങനെ വലിച്ചാട് വരുന്നത്, നേരെ കാല് വെക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് ആ സമയത്ത് ചെറിയൊരു ശമനം ഉണ്ടായപ്പോഴേക്ക് ജമാഅത്തിന് പള്ളിയിൽ വരുന്ന സന്ദർഭത്തിൽ പോലും ഈ നിലക്ക് കാല് നിലത്തുകൂടെ വലിഞ്ഞുകൊണ്ടാണ് വരുന്നതെന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്തത് വായിക്കുമ്പോ നമുക്ക് ആരോഗ്യമുണ്ടായിട്ടും നമുക്ക് സൗകര്യമുണ്ടായിട്ടും ഞാനും നിങ്ങളും പലരും ജമാഅത്തിന് പോകുന്നില്ലല്ലോ, പള്ളിയിലേക്ക് വരുന്നില്ലല്ലോ, അതേ നിസ്കാരത്തെ ഗൗരവത്തിൽ കാണുന്നില്ലല്ലോ. മുതല്ലിമുകളെ, ഇൽമിന്റെ അഹ്ലുകാരല്ലേ, നമുക്ക് ഇബാദത്തിന് എത്ര സൗകര്യമാണ്, എത്ര നല്ല അവസ്ഥയിലാണ് നമ്മളുള്ളത്. വേറെ ഏർപ്പാടുകളൊന്നുമില്ലല്ലോ മക്കളെ. ജമാഅത്തിന് നമ്മൾ എന്തിനാണ് വൈകുന്നത്? നിസ്കാരത്തിന് എന്തിനാണ് നമ്മൾ വൈകുന്നത്? നമുക്കല്ല വലിയ നിഅമത്ത് തന്ന സൗകര്യങ്ങളല്ലേ ഉള്ളത്. ഈ സൗകര്യമുള്ള സമയത്ത് നിസ്കാരത്തെ നമ്മളെല്ലാവരും ഒന്ന് ഗൗരവത്തിൽ കാണണേ. മനസാന്നിധ്യത്തോടെ നിസ്കാരം നിർവഹിക്കണേ. അല്ലദീന യുഖീമൂനസ്സലാത്ത്, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാ. അല്ലാഹുവേ, നിസ്കാരം കൃത്യമായ നിലക്ക് നിന്നെ മഹബ്ബത്ത് വെച്ചും നിന്നെ ഖൗഫ് വെച്ചുകൊണ്ടും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു സഹോദരി 1000 രൂപ പരിപാടിക്ക് വേണ്ടി സംഭാവന നൽകി. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി, അതേപോലെ തന്നെ സഹോദരിക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം, ഈമാൻ സലാമത്തായി മരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ സംഭാവന നൽകി.
അല്ലാഹുവേ ആ സംഭാവന ആ മരിച്ചുപോയവരൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ഞങ്ങൾക്കുമെല്ലാം നീ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്തിരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു 3 സ്വലാത്തുല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ മജ്ലിസിൽ നിന്റെ ഖുർആൻ പറഞ്ഞുകൊണ്ട് നിന്നിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നിസ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ നസീഹത്ത് നടത്തി. ഈ നസീഹത്ത് ഞങ്ങൾക്ക് ഫലം ചെയ്യുന്ന നസീഹത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് ഫലം നൽകണേ അല്ലാ. നിന്നെ മഹബ്ബത്ത് വെച്ചും നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചും നിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ആഖിറസമാനിലെ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളെ ഖൽബിന്റെ മോശത്തരം കൊണ്ട് നിസ്കാരത്തിൽ ഞങ്ങൾ ഗഫലത്തുള്ള ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ റഹ്മാനെ. മനസാന്നിധ്യത്തോടെ നിസ്കാരം നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചും നിന്നെ മഹബ്ബത്ത് വെച്ചും നിന്നെ പേടിച്ചും നിന്റെ മുന്നിൽ ഒരുപാട് നേരം സുജൂദിലായി കിടക്കാൻ നിസ്കാരം നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ നിസ്കാരം കൊണ്ട് ഞങ്ങളെ സർവ്വ പാപങ്ങളും പരിഹരിക്കപ്പെടുന്ന നിസ്കാരങ്ങളാക്കണേ റഹ്മാനെ. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇൽ മുൻകർ. അതേ നിസ്കാരം കൊണ്ട് സയ്യാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാൻ. ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനും തഖ്വയും ഇഖ്ലാസും ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ. അത് വർദ്ധിക്കാനാണ് ഞങ്ങൾ ഈ നസീഹത്ത് ഈ മജ്ലിസ് നടത്തുന്നത്. ഞങ്ങളെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ നിന്റെ ഖബൂലിയത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്തു ചൊല്ലാനും സലാം പറയാനും മദ്ഹ് പാടാനും പറയാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആഖിറത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രക്ഷയുടെ മാർഗമായി ഞങ്ങൾ കാണുന്നത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അവിടുത്തെ സഹായം കൊണ്ട് ഞങ്ങൾ ആഖിറം നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ. അവിടുത്തെ കരങ്ങൾ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ. അവിടുത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ട സ്വഹാബാക്കളെയും ഞങ്ങൾ കണ്ടിട്ടില്ല, അവരെ കണ്ട താബഈങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ മുത്തുനബിയെ കാണണം. സ്വർഗീയ ലോകത്ത് വെച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാ നിലക്കും ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള അവസരം നൽകണം റഹ്മാനെ. റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ അല്ലാഹ്. രോഗത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അടക്കം ഹോസ്പിറ്റലിൽ തന്നെയാണ്. നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ. എല്ലാവർക്കും ഞങ്ങൾ ഉമ്മ വാപ്പമാർക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ. സിഹത്ത് നൽകണേ റഹ്മാനെ. ശിഫാ നൽകണേ റഹ്മാനെ. കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളെ നീ ഖൈറിന്റെ സ്വലാഹിയത്തിന്റെ കുടുംബങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കി
തരണേ അല്ലാ. ജോലിയിൽ ബിസിനസ്സിലൊക്കെ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ എല്ലാ മിസ്ലു സവാബും ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ വപ്പമാർ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ സംഭാവന നൽകിയിട്ട് പ്രത്യേകം മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മരിച്ചുപോയ ആളുകളടക്കം, പ്രിയപ്പെട്ട മകനടക്കം എല്ലാവരുടെ ഖബറിലേക്കും നീ നിന്റെ ഒക്കെ മിസ്ലു സവാബിനെ എത്തിക്കണേ റഹ്മാനെ, നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ ഞങ്ങളെ നീ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളും നിന്നിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെല്ലാം സ്വീകരിക്കുന്ന നിലക്കുള്ള സന്തോഷത്തിന്റെ മരണം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഇത് അവസാനത്തെ മജ്‌ലിസാക്കല്ലേ അല്ലാഹ്. ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ഇന്ന് തന്നെ ഞാന് കൊണ്ടോട്ടി ബുഖാരിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം. അപ്പോ എല്ലാ ആളുകളും പരിപാടിയിൽ പരമാവധി വരണം. ഞാൻ തിരിച്ച് കൊണ്ടോട്ടി ബുഖാരിക്ക് തന്നെ പോകണം. കാരണം നാളെ രാവിലെ 7:30 മണിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് തന്നെ തിരിച്ചു വരണം. നാളെ ഉച്ചയ്ക്ക് ശേഷം അവിടെ പരിപാടി ഉണ്ട്. തിരിച്ച് വൈകുന്നേരം ഇവിടെ എത്തണം. മലപ്പുറം ജില്ലയിൽ ആദർശ സമ്മേളനം ഉണ്ട്. അതും കൂടെ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടത്തേക്ക് വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും പരമാവധി നമ്മുടെ നാളത്തെ മജ്‌ലിസിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒന്ന് ഇൽമിന്റെ മജ്‌ലിസ് ആണല്ലോ. ആളുകൾക്കൊക്കെ ഇത്തരം മജ്‌ലിസൊക്കെ അതിപ്പോ ഞാൻ പോണോ എന്ന ആലോചനയാണ്. ആ ആലോചനയൊക്കെ മാറ്റിയിട്ട് എല്ലാവരും വരണം. മറ്റുള്ള ആളുകളോടും വരാൻ വേണ്ടി പറയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റന്നാള് ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദ് മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ ഉണ്ടാകും. അന്ന് എല്ലാവരും മഗ്‌രിബിന് തന്നെ വരണം. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്ന, പരിപാടിയൊക്കെ ജോറിൽ നടക്കുന്നുണ്ട്. ഇന്ന് സംഭാവനയൊക്കെ ബക്കറ്റിൽ ചെറിയ നിലക്ക് കൊടുത്തിട്ടുണ്ടാകും. ഒരു ഉമ്മ 1000 രൂപ തന്നു. ഉമ്മമാരും സഹോദരങ്ങളൊക്കെ പങ്കെടുത്ത ആളുകൾ നാളത്തെ മജ്‌ലിസിൽ വരുമ്പോ, നാളെ സദഖയെ കുറിച്ച് കൂടെ പറയേണ്ട മജ്‌ലിസാണ്, ഇന്നലെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ സമയം മതിയായില്ല. അപ്പൊ അതുകൊണ്ട് നല്ല സംഭാവന, 1000 500 എത്രയാണോ പറ്റുക, ആ പറ്റുന്ന അത്രയും സംഭാവന നിങ്ങളെ ഉദ്ദേശമൊക്കെ എഴുതിയിട്ട് നല്ല റാഹത്തില് നിങ്ങൾ നേരത്തെ വരുന്ന സമയത്ത് തന്നെ ആ സംഭാവന നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇവിടെ കൊടുത്തേൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ വായിച്ച് നാളെ നമുക്ക് ദുആ ചെയ്യാം എന്ന് കൂടെ ഓർമ്മപ്പെടുത്താണ്. നാളെയും കൂടെയാണ് നമ്മളെ സംസാരം ഉണ്ടാവുക. മറ്റന്നാള് പേരോട് ഉസ്താദിന്റെ സംസാരമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും സജീവമായി പങ്കുചേർന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ ഒരു 5-10 മിനിറ്റ് 10 മണിന്റെ ഇപ്പുറത്ത് പോയിട്ടുണ്ട്. സാരില്ല. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.